അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വികസനം നിങ്ങൾക്ക് അനുഭവവേദ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് പ്രതികരിക്കേണ്ടത്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. മാത്രമല്ല ദേശീയ സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിലും സംശയമില്ല. അപ്പോൾ വടക്കാഞ്ചേരിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളാവാം. കാരണം ഈ 3 പേർക്കും അറിയാം വടക്കാഞ്ചേരി വേണ്ട രീതിയിൽ വികസിച്ചോ, വികസനം ഇവിടെ കൊണ്ടുവന്നോ, LDF ആണോ കൊണ്ടുവന്നത് അതോ നേരത്തെ ഭരിച്ച UDF ആണോ കൊണ്ടുവന്നത് എന്നൊക്കെ അറിയാവുന്നവരാണ് നിങ്ങൾ. അപ്പോൾ ചോദിക്കാം. ആദ്യ ചോദ്യം. അവസാനം മൈക്കിന് വേണ്ടി അടിയാണ്. ആദ്യം എല്ലാവരും മസിൽ പിടിച്ചു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കൃഷ്ണനുണ്ണി, വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറാണ്. എനിക്ക് LDFൻ്റെ പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്, ഇവരിപ്പോൾ ഏറ്റവും കൂടുതൽ വികസനം എല്ലാ സ്ഥലത്തും ഫ്ലക്സ് വയ്ക്കുന്നുണ്ട്, പ്രത്യേകിച്ച് വടക്കാഞ്ചേരി MLA നടത്തിയ വികസന പ്രവർത്തനങ്ങളിൽ ഒരു 10 പേർക്ക് തൊഴിൽ കൊടുക്കാവുന്ന, ഇപ്പോൾ ഉല്ലാസേട്ടൻ നേരത്തെ സൂചിപ്പിച്ച വിരിപ്പാക്കമില്ലേ, ആ വിരിപ്പാക്കമില്ലേ പൂട്ടിക്കിടന്നിട്ട് എത്ര കാലങ്ങളായി, എത്ര ആളുകൾ പട്ടിണി കിടന്ന് കുട്ടികൾക്ക് പഠിക്കാൻ പോകാതെ, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ. അതുപോലെ നമ്മുടെ കെൽട്രോൺ, അതൊന്നും ഒന്ന് തുറന്നു നോക്കാൻ, ഒന്ന് ചെന്ന് ഇടപെടാൻ കഴിയാതെ ഇവിടെ എന്ത് വികസനമാണ് നിങ്ങൾ നാട മുറിച്ച് ഉദ്ഘാടനം ചെയ്തു എന്നല്ലാതെ എത്ര റോഡുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. വികസനത്തിൻ്റെ പേര് പറഞ്ഞ് ഞങ്ങളത് ചെയ്തു പറയുന്ന അല്ലാതെ നിങ്ങൾ എന്താണ് ചെയ്തത്, അതിനുവേണ്ടി എന്ത് നടപടികളാണ് നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത് എന്നുകൂടി ഒരു വിശദീകരണം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഓക്കെ. വടക്കാഞ്ചേരിയിലെ യുവാക്കൾക്ക്, അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് തൊഴിൽ കൊടുത്തോ? ഇവിടെ ആ സഹോദരൻ പറഞ്ഞത് അദ്ദേഹത്തിന് വടക്കാഞ്ചേരിയെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. വിരിപ്പാക്കമില്ല അവിടെ പ്രവർത്തനം ആരംഭിച്ച് ഉൽപാദനം തുടങ്ങി. നിങ്ങളുടെ കേന്ദ്ര നയത്തിന്റെ ഭാഗമായി ടെക്സ്റ്റൈൽസ് മേഖലയിൽ നിങ്ങളുടെ വടക്കാഞ്ചേരിയെ കുറിച്ച് അറിയില്ല. മറ്റൊന്ന് റോഡ്, അതിലെ പോകുന്ന കുമ്പളങ്ങാട് റോഡ് നിലവാരത്തിലേക്ക് മാറുകയാണ്. ഏതെങ്കിലും ഒരു റോഡ് നവീകരിച്ചിട്ടുണ്ടോ? ഈ ചോദ്യം ചോദിച്ച സഹോദരൻ BMBC എന്ന് മുമ്പ് കേട്ടിട്ടുണ്ടോ? ഈ വടക്കാഞ്ചേരിയിൽ 1279 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തിയ MLA ആണ് സഖാവ് സേവർ ചിറ്റലപ്പള്ളി. അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ മാത്രം ഉള്ളിടത്ത് നടത്തുന്ന പ്രസംഗമാണ് നടത്തിയത്. വസ്തുതകൾ വെച്ച് നമുക്ക് പറയാം. ആദ്യം എടുത്തു മാറ്റേണ്ട ഒരു പരസ്യമുണ്ട്. ഇനി അടുപ്പ് പുകയില്ല എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ ഒരു പരസ്യമുണ്ട്. അതൊന്ന് എടുത്തു മാറ്റുക ആദ്യം. കാരണം ആ പരസ്യം നോക്കിയപ്പോൾ ആളുകൾ കാർക്കിച്ച് തുപ്പാണ്. കാരണം അവിടെ ഇസ്രായേലിൽ പോയി 2 ആഴ്ച യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ ഗ്യാസ് ഇല്ലാതെ വന്ന മാനേജ്മെന്റ് വിദഗ്ധനായിട്ടുള്ള ആളുടെ പരസ്യം ആദ്യം എടുത്തു മാറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, അദ്ദേഹം പറഞ്ഞു മയക്കുമരുന്നിൻ്റെ വ്യാപനം ഉണ്ടായി. ഞങ്ങൾ ചോദിക്കട്ടെ, അദ്ദേഹം ദേശീയ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളല്ലേ? ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഇറക്കുമതി ചെയ്യപ്പെടുന്നത് ദേശീയ ക്രൈംസ് റെക്കോർഡ് ബ്യൂറോയുടെ അനുസരിച്ച് ഗുജറാത്തിലെ തുറമുഖങ്ങളിലൂടെയാണ്. അവിടെ പോയി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മയക്കുമരുന്ന് പിടിക്കാൻ വേണ്ടി കേരളത്തിലെ പോലീസ് പോയി അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ പത്രത്തിൽ കൂടെ വായിക്കണതല്ലേ? അപ്പോൾ ആരാണ് മയക്കുമരുന്നിൻ്റെ കേന്ദ്രമെന്ന് നമ്മൾ സ്വയം നോക്കിയാൽ മനസ്സിലാവും. അദ്ദേഹത്തിന് ഗേറ്റ് കാണാൻ അവിടെ ഓവർ ബ്രിഡ്ജ് കാണാൻ വേണ്ടി കഴിയുന്നില്ല. ഓവർബ്രിഡ്ജിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ഞാൻ വേണമെങ്കിൽ ചർച്ച ചെയ്യേണ്ടി പറഞ്ഞു കൊടുക്കാം. അത് കുറച്ചു നേരത്തെ പണിയുള്ള കാര്യമാണ്. പക്ഷെ റെയിൽവേ കേന്ദ്ര ഗവൺമെന്റിന്റെയാണ്. 2014 മുതൽ ആരാ ഭരിച്ചുകൊണ്ടിരിക്കണേ? അദ്ദേഹം വിചാരിച്ചത് ഓവർബ്രിഡ്ജ് പണിയാന്ന് പറഞ്ഞാൽ ഇവിടെ 2 കോലെടുത്ത് വെക്കാൻ സംസ്ഥാന ഗവൺമെന്റിനാണോ? അവിടെ അനുമതി തരേണ്ടത് ഓവർബ്രിഡ്ജിന് കേന്ദ്ര ഗവൺമെന്റാ. ഇവിടെ PK ബിജു MP ആയിരിക്കുന്ന കാലത്ത് കൊടുത്തത് പിങ്ക് ബുക്കിൽ വന്നത് എത്ര മാസം മുമ്പാണെന്നൊന്ന് പരിശോധിച്ച് നോക്കണം എൻ്റെ സുഹൃത്ത്. പിങ്ക് ബുക്കിൽ വന്ന് അവിടെ തുടങ്ങിയ സമയത്ത് വന്നതിന് ശേഷം ഇവിടെ റെയിൽ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി ഇന്നവിടുത്തെ DPR ആയി. ഇന്നവിടെ അതിൽ വരുന്ന ബൈപ്പാസ് കൂടി പരിഗണിച്ചുകൊണ്ട് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അനുമതി കിട്ടിയാൽ അവിടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അവിടെ പോയി നിന്ന് MLA ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ 14 മുതലുണ്ടായിരുന്ന ആ വകുപ്പിൽ വരാത്തതിൻ്റെ കെടുകാര്യസ്ഥത ഇടതുപക്ഷത്തിൻ്റെ മുകളിലേക്ക് കെട്ടിവെക്കാൻ വേണ്ടിയാണ് നിങ്ങൾ നോക്കണത്. നിങ്ങളിപ്പോൾ ഒരു കാര്യം പറഞ്ഞു, കേരളത്തിലെ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഞാൻ പറയുന്നും വേണ്ട. ഇപ്പോൾ ആരോഗ്യ രംഗത്തുള്ള ഇടപെടൽ ഉത്തർപ്രദേശിലെ പരിശോധിച്ചാൽ മതി. അവിടെ ഓക്സിജൻ ഇല്ലാതെ മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കണക്കൊക്കെ പുറത്തു വരുമ്പോൾ നിങ്ങൾ അത് പരിശോധിച്ചാൽ മതി. കേരളത്തിലെ ഏതെങ്കിലും ഒരു സംഭവം, കേരളത്തിലെ ജനങ്ങൾ ഈ ആരോഗ്യ മേഖലയെ ആശ്രയിക്കുമ്പോൾ അവിടെ ഒരു ബൾബ് വീസായതോ
ടാപ്പ് പൊട്ടിയതോ ആയ കാര്യങ്ങൾ മാത്രമാണ് പർവ്വതീകരിക്കുന്ന. നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയിട്ടില്ല. അവിടത്തെ ബിനോയ്, ശ്രീ ബിനോയ്, ഉത്തർപ്രദേശ് ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണെന്ന് അവകാശപ്പെടാറില്ല. കേരളം അവകാശപ്പെടുന്നത് കൊണ്ടാണ് ചോദിക്കുന്നത്. ഇവർ രണ്ടുപേരും ഒരേ ഇദ്ദേഹം തന്നെ പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളാണെന്ന് പറഞ്ഞു. അപ്പൊ രണ്ടുപേരുടെ സമയം എനിക്ക് തരണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. തൃശ്ശൂര് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു കൊടുത്ത് മറ്റത്തൂര് മൊത്തത്തിൽ വാങ്ങി ന്യൂനപക്ഷ വർഗീയവാദികളുടെയും ഭൂരിപക്ഷ വർഗീയവാദികളുടെയും വോട്ട് പർച്ചേസ് ചെയ്യുന്ന രണ്ട് വിഭാഗമാണ് ഇവരെ സംബന്ധിച്ച് ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞത് ഒരു കാര്യം ഇവിടെ മറ്റു സ്ഥലങ്ങളിൽ ഒന്നാണ് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ചോദിക്കട്ടെ, ഇപ്പോൾ ഒറീസയിൽ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാ BJP ജയിച്ചത്? മധ്യപ്രദേശ് നടന്നിടത്ത് എങ്ങനെയാ ജയിച്ചത്? ഇവര് തമ്മിൽ കൊടുത്തു വാങ്ങിയിട്ടാണ്. ഇപ്പൊ ഇവരുടെ വലിയ വീരേന്ദ്ര സിംഗ് മണിപ്പൂരിൽ വർഗീയ കലാപം ഉണ്ടാക്കിയ ആള് ആരായിരുന്നു? കോൺഗ്രസ് ആയിരുന്നു. ഈ ഹിമന്ത വിശ്വ ശർമ്മയെ അറിയാത്ത ആളാണോ എൻ്റെ സുഹൃത്ത്? അദ്ദേഹം ഇപ്പൊ ആഗോള ഹിന്ദുത്വ തീവ്രവാദത്തിന്റെ വലിയ വർത്താനം പറഞ്ഞു നടക്കല്ലേ. ഇവരുടെ ICCയിൽ ഇവര് തലയണ വെച്ചിരിക്കുമ്പോ അതിന്റെ തൊട്ടടുത്തിരുന്ന ആളാണ് ഈ ഹിമന്ത വിശ്വ ശർമ്മ. ത്രിപുരയിലെ പാർട്ടി ഇവിടെ ഉണ്ടോ? CPM-ന്റെ മുൻ MLA ഉൾപ്പെടെ എത്ര പേര് പോയി BJP-യിലേക്ക്? ചോദിക്കട്ടെ, ഞങ്ങളെ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പോയവൻ മാത്രമേ പോയിട്ടുള്ളൂ. ഇവര് സമൂഹത്തിൽ നിന്ന് എടുക്കുന്നത് പാർട്ടിയിലേക്ക് വരുമ്പോ ആ സമൂഹത്തിൽ ഉണ്ടാകുന്ന ജീർണതകൾ ഈ വരുന്ന ആളുകളിൽ ഉണ്ടാവും. അവരെ നവീകരിച്ചു വരുമ്പോ നവീകരിക്കപ്പെടാത്തവര് അരിപ്പയിലൂടെ പുറത്തു പോവും. ആ വേസ്റ്റ് എടുക്കാൻ നിൽക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് വിഷയമല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ ഞങ്ങളെ പാർട്ടി നടക്കുന്ന പോലെ ഒരു തെറ്റിതിരുത്തൽ പ്രക്രിയ ഏതെങ്കിലും ഒരു പാർട്ടി നടക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് നോക്കുക. ഇപ്പൊ എൽദോസ് കുന്നപ്പള്ളി, അത് പെരുമ്പാവൂരിത്തെ MLA, അദ്ദേഹം പറഞ്ഞ വാചകം സീറ്റ് കൊടുക്കായിരിക്കും പറഞ്ഞ് നമ്മൾ കേട്ടല്ലേ. എന്നെ പോലെ സമാന കുറ്റം ചെയ്തവർക്ക് സീറ്റ് കൊടുത്തു. കുറ്റം എന്താന്ന് ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല. അപ്പോ ഈ കുറ്റം ചെയ്തവർക്ക് സീറ്റ് കൊടുക്കുന്നു, എനിക്ക് തരുന്നില്ല എന്ന് പറയുന്ന പാർട്ടി അല്ല ഈ ഇടതുപക്ഷ പാർട്ടികൾ. നിങ്ങൾ ഇപ്പൊ ഇവിടെ വനഭൂമിയുടെ പ്രശ്നം പറഞ്ഞു, വന്യജീവി ആക്രമണം. ഞങ്ങൾ ചോദിക്കട്ടെ, അത് വസ്തുതാപരമായി നമുക്ക് ചർച്ച ചെയ്യാം. എങ്ങനെയാ വന്യജീവികളെ നിയന്ത്രിക്കാനുള്ള അധികാരം സംസ്ഥാനത്തിന് തരണമെന്ന് പറഞ്ഞ് ഇവിടെ ഒരു അഭിപ്രായം പറയാൻ BJP-യുടെ സുഹൃത്ത് തയ്യാറുണ്ടോ? വന്യജീവികളെ നിയന്ത്രിക്കാനുള്ള അധികാരത്തിൽ പന്നികളെ മാത്രം പിടിക്കാനുള്ള അധികാരമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു പുലി നാട്ടിലിറങ്ങിയാൽ എങ്ങനെ പിടിക്കുക? നിങ്ങൾ ആലോചിക്കണം. 6 അംഗ കമ്മിറ്റി ഉണ്ടാക്കണം. 6 അംഗ കമ്മിറ്റി ഉണ്ടാക്കി അതിൽ ഡോക്ടർ ഉണ്ടാവണം, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉണ്ടാവണം. പറഞ്ഞപ്പോ പിണറായി വിജയൻ പോലും തമാശയായിരുന്നു. ഇവരെല്ലാം കൂടി കമ്മിറ്റി ഉണ്ടാക്കി വരുമ്പോ പുലി വെടികൊള്ളാൻ വേണ്ടി അവിടെ കാത്തുക്കണം. അതാണ് നിയമം. ആ നിയമം 77 നിയമം മാറ്റണം. ആ നിയമം മാറ്റണമെന്നാണ് കേരളത്തിലെ നിയമസഭ ആവശ്യപ്പെട്ടത്. ഇവരിന് തയ്യാറില്ല. അപ്പൊ കേരളത്തിലെ വന്യജീവികളെ നിയന്ത്രിക്കാനുള്ള അധികാരം നിയമം മാറ്റി കേരളത്തിന് തരണം. അതാണ് വസ്തുത. അതിന് തയ്യാറാകാതെ ഇങ്ങനെ വൈകാരികമായി ആളുകളെ അവിടെ കൊണ്ട് പ്രതികരിപ്പിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് നോക്കാൻ വേണ്ടി കഴിയും. ഇപ്പൊ മെഡിക്കൽ കോളേജിന്റെ കാര്യം പറഞ്ഞു, എന്നെ ഒന്ന് വായിക്കാൻ അനുവദിക്കണം. എനിക്കൊരു കാര്യം പറയാനുള്ളത്, 478.41 കോടിയുടെ വികസനമാണ് അവിടെ കിഫ്ബി പദ്ധതികൾ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പൂർത്തിയായ പദ്ധതികൾ ഞാൻ വായിക്കാട്ടോ. പൂർത്തിയാവാത്തതുണ്ട്, പണി നടന്നുകൊണ്ടിരിക്കുന്നതുണ്ട്. ട്രോമ കെയർ യൂണിറ്റ് പൂർത്തിയായി 7.04 കോടി. MRI സ്കാനിങ് നെഞ്ചുരോഗാശുപത്രിയിൽ 6.9 പൂർത്തിയായി. ആധുനിക എക്സ്റേ മെഷീനുകൾ ഈ 5 കൊല്ലത്തെയാണ് കേട്ടോ. ശല്യപ്പെടുത്തരുത്, കാരണം ഇവർ രണ്ടുപേരും മൈതാന പ്രസംഗമാണ് നടത്തിയത്. പക്ഷേ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, വസ്തുതകളെ കൊണ്ട് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഇവിടെ ആധുനിക എക്സ്റേ മെഷീൻ 4 കോടി, ആധുനിക CT സ്കാൻ 4.1 കോടി, കാൻസർ ചികിത്സയ്ക്കായുള്ള ട്രോമ കെയർ മെഷീൻ 3.2, ആശ്വാസ വാടക വീട് 4 കോടി, പേവാർഡ് 2ാം ഘട്ടം 3 കോടി, ബെൻസ് യൂണിറ്റ് 2.69 കോടി, പ്രാരംഭ ഇടപെടൽ കേന്ദ്രം 2 കോടി. ലൈഫ് മിഷൻ മുടക്കിയ കാര്യമാണോ? അത് ലൈഫ് മിഷൻ 2 ലെക്ചർ ഹാളുകൾ, ഗാലറി നിർമ്മാണം 2 കോടി, 3 കോടി, പാരാമെഡിക്കൽ എഡ്യൂക്കേഷൻ ബിൽഡിംഗ് 2 കോടി, ബസ് സ്റ്റാൻഡ് 9 കോടി. സെൻട്രൽ ലൈബ്രറി കം സ്റ്റേഡിയം 10 കോടി, നഴ്സിംഗ് കോളേജ് മൾട്ടി
ഞാൻ നിർത്തുകയാണ്. ഇടിഞ്ഞ് തലയിൽ വീഴും. ഇത്രയും കോടികൾ ചെലവഴിച്ചിട്ടാണോ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ മെഡിക്കൽ കോളേജ് വികസനം ഉണ്ടായില്ല എന്ന് പറയുന്നത്? ആദ്യത്തെ ഒരു മിനിറ്റ് സുഹൃത്തെ ഒച്ച ഉണ്ടാക്കല്ലേ, ഒച്ച വസ്തുത മടക്കില്ല. ഇത് 2017 കിഫ്ബി പദ്ധതി ആരംഭിച്ചതാണ്. ഈ അനിൽ അക്കരെ ആയിരുന്നല്ലോ 21 വരെ അനിൽ അക്കരെ ആയിരുന്നല്ലോ. വായിക്കാനുണ്ടോ? നിങ്ങൾ മുന്നില് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കി വെക്കാൻ വേണ്ടി ഞങ്ങൾ വന്നപ്പോ പരിശോധിച്ചപ്പോ ആകെയുള്ള ഒരു ആസ്പെറ്റോസ് ഇട്ടുള്ള ഒരു പെട്ടിക്കൂട് അത് മാറ്റി ഒരു നല്ല ബസ് സ്റ്റോപ്പ് ആ റെയിൽവേയുടെ അവിടെ ഉണ്ടാക്കി. 15,000 വോട്ടിന് ഇവിടുന്ന് പായിപ്പിക്കണമെങ്കിൽ എന്ത് ത്യാഗം സഹിച്ചിട്ടുണ്ടാവും ജനങ്ങൾ എന്ന് ആലോചിച്ചാൽ മതി. മഹാന്റെ പൊക്കി പിടിച്ചുകൊണ്ട് ഈ BJPയുടെ കാര്യം ഞാൻ പറയണം. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, എന്താ വെച്ചാ നടുമ്പോൾ ഒരു കൊട്ട പറിക്കുമ്പോൾ ഒരു കൊട്ടാണ്. കേരളത്തിൽ മൊത്തത്തിൽ അങ്ങനെ പറയാം. പക്ഷെ ഈ വടക്കാഞ്ചേരിയിൽ പ്രത്യേകത ഉണ്ട്. അത് നട്ടപ്പം തന്നെയാണ് പറിച്ചതും കിട്ടിയത്. കാരണം 2016 വോട്ട് 2021 കിട്ടിയിട്ടില്ല. അപ്പൊ അത് വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ജനങ്ങളുടെ അംഗീകാരത്തെ നമുക്ക് ഈ ലൈഫ് മിഷൻ ഫ്ലാറ്റ് ഇപ്പൊ നമുക്കറിയാം. അത് ചോദിക്കാത്ത എന്താണെന്ന് വിചാരിച്ചോണ്ടിരിക്കണേ. ഇപ്പൊ ഞാൻ പോറ്റിയുടെ കാര്യം ഇവിടെ പറയാൻ വേണ്ടി ഒരു പ്രധാന വിഷയം എന്താ വെച്ചാൽ അതിലേക്ക് വരാം. ഇപ്പൊ ശബരിമലയെ കുറിച്ച് അദ്ദേഹം ഒന്ന് പറഞ്ഞു. ശബരിമലയിൽ BJPക്ക് ശാപം പോയിട്ടില്ല, അത് നമുക്കറിയാം. പന്തളത്ത് അവരുടെ ഉണ്ടായിരുന്ന നഗരസഭ പോയി. അവര് സുവർണാവസരം മുതലെടുക്കാൻ പോയ കഥയൊക്കെ നമുക്കറിയാം. അവരുള്ള അവസരം നഷ്ടപ്പെട്ടു. കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് പിടിച്ച് പിണറായി വിജയന്റെ ഗവൺമെന്റാണ് പോയി. നിങ്ങൾ പോറ്റി, ഞങ്ങളാണ് അവിടെ 470 കോടി രൂപയുടെ വികസനം കൊണ്ടുവന്നത്. 1526 കോടിയുടെ ശബരിമല റോഡ് പദ്ധതി നോക്കിയാൽ നിങ്ങൾക്കറിയാം. അയ്യപ്പന്റെ കടാക്ഷപ്പം ഞങ്ങൾക്കാ, നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കുമില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കണ്ടു. ആചാരം ലംഘിച്ചവരാണ്. ലൈഫ് മിഷനിലേക്ക് വരാം. ലൈഫ് മിഷനിൽ ഈ മഹാന്റെ പടി എന്താ വെച്ചിട്ടുണ്ടല്ലോ, രാവിലെ എണീറ്റ് കുറച്ച് കടലാസായിട്ട് പത്രക്കാരെ വിളിക്കും. കുറച്ച് പത്രക്കാരുണ്ട്, അവരെ ചുറ്റിപ്പറ്റി ചില പത്രക്കാരുണ്ട്. അതാ തൃശ്ശൂർ ഒരു ഹോട്ടലുമായി കേന്ദ്രീകരിച്ചാണ്. അവിടെ പോയിട്ട് കാനെടുത്ത് കാണിക്കും. ഇതാണ് രേഖ. ഈ രേഖ നമുക്കറിയാം എങ്ങനെയാണ് ലൈഫ് മിഷൻ അവിടെ വന്നത്. കേരളത്തിൽ മഹാപ്രളയം ഉണ്ടായപ്പോ പല വിദേശ രാജ്യങ്ങളും നമ്മളെ സഹായിക്കാൻ വേണ്ടി തയ്യാറായത് എന്തുകൊണ്ടാ? ഒരു മിനിറ്റ് സുഹൃത്താ, വേറെ പറഞ്ഞുതരാം. അതിന്റെ ഭാഗമായി അവിടെ നമുക്കൊരു വിദേശ രാജ്യം തന്ന സഹായം അവര് പറഞ്ഞു, ഞങ്ങൾ തന്നെ വീട് പണിത്, ഞങ്ങൾ തന്നെ ടെൻഡർ കൊടുത്ത്, ഞങ്ങൾ തന്നെ ഫ്ലാറ്റ് പണിത് കൊടുക്കാന്ന് പറഞ്ഞു. നമ്മൾ സ്ഥലം മാത്രം കൊടുത്തു, അഴിമതി ഉന്നയിച്ചു. ഇവരുടെ ഡീലിന്റെ ഭാഗമായി ഒന്നും മിണ്ടാതിരിക്കും സുഹൃത്തെ. അന്വേഷണത്തിന്റെ ഭാഗമായി ഇവര് CBIക്ക് പരാതി കൊടുത്തു. കാരണം രണ്ടു കൂട്ടരും ബായിയാണ്. CBIയുടെ പരാതി അവിടെ നിൽക്കുന്നത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്നുള്ള നിർമ്മാണ പ്രവർത്തനം നടക്കാൻ കഴിയില്ല എന്ന് കൊടുത്ത അഫിഡവിറ്റ് ഉണ്ട്. എന്നെടുത്ത് വായിച്ചു നോക്ക്, വക്കീലല്ലേ. എന്തുകൊണ്ട് മുടങ്ങി നിൽക്കുന്നു എന്ന് അറിയണമെങ്കിൽ ഹൈക്കോടതി ചോദിച്ചപ്പോ കൊടുത്ത അഫിഡവിറ്റ് ഉണ്ട്. അതിന് പറയണത് എന്താ? മനുഷ്യാവകാശ കമ്മീഷന് പരാതി, അതിന്റെ അപ്പുറത്ത് CBIക്ക് പരാതി. സംസ്ഥാന ഗവൺമെന്റിന് ഒന്നും വിശ്വാസമില്ല. ഇവർക്ക് BJP ആയിട്ട് പരാതി കൊടുത്തിട്ട് 140 ലാഭത്തിന്റെ ഒപ്പം എനിക്ക് 3 പാനലിസ്റ്റുകളോടും ഒരു കാര്യമാണ് പറയാനുള്ളത്. മില്ലിനെ കുറിച്ചാണ് ചോദിച്ചത്. പക്ഷേ കാട് കയറി പോവാ. ഇങ്ങനെ ശ്രീ ബിനോയ് സഹകരിക്കുക. ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാം പ്ലീസ്. ഒരു മിനിറ്റ് പറയട്ടെ. ഞാൻ ആവശ്യത്തിന് സമയം തന്നു. അടുത്തിട്ട് പറയാം. അല്ല പറയാം, അടുത്ത ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ മാത്രം സംസാരിക്കുന്നത്. മായാദാസ് ആരോപണങ്ങൾക്ക് മറുപടിയാണ്. പ്ലീസ് സഹകരിക്കുക. പ്ലീസ് ബിനോയ്, പ്ലീസ് കൂടുതൽ ചോദ്യങ്ങളിലേക്ക് ബഹുമാനപ്പെട്ട BJPയുടെ സുഹൃത്തിന് കൊടുത്ത സമയത്തിന്റെ പകുതി അതിലധികം താങ്കൾ എടുത്തു.